ആഭരണം ധരിക്കുന്നത് പാപമാണോ? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ലഭിച്ച പൊന്നും വെള്ളിയും കേവലമൊരു സമ്പത്തായിരുന്നു. അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകകളിൽ ബഹുസമ്പന്നനായിരുന്നുവെന്ന് ഉൽപ്പത്തി 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ദൈവാലയ നിർമ്മാണത്തിനായി ദൈവം നൽകിയ ആ സമ്പത്ത് എങ്ങനെയാണ് ഒരു ജനതയെ വിഗ്രഹാരാധനയിലേക്കും ഭയാനകമായ ന്യായവിധിയിലേക്കും നയിച്ചത്? നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്ന് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേവലമൊരു ചരിത്രമല്ല, മറിച്ച് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വലിയൊരു ആത്മീയ സത്യമാണ്. കൂടുതൽ അറിയാൻ നമ്മുടെ ഈ പഠന പരമ്പരയുടെ പൂർണ്ണമായ വീഡിയോ കാണുക. ആഭരണവർജനം ഇത് കേവലമൊരു ആചാരമോ അതോ ദൈവിക കൽപ്പനയോ? നമ്മുടെ പഠന പരമ്പരയുടെ 2-ാം എപ്പിസോഡിൽ പൊന്നും വെള്ളിയും എങ്ങനെയാണ് പഴയകാല വിശുദ്ധന്മാർക്ക് ഒരു സമ്പത്തായിരുന്നതെന്നും അതെങ്ങനെയാണ് പിൽക്കാലത്ത് വിഗ്രഹാരാധനയിലേക്കും ദൈവിക ന്യായവിധിയിലേക്കും ഒരു ജനതയെ നയിച്ചതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഹോരേബ് പർവ്വതാനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ബാഹ്യാലങ്കാരങ്ങൾക്കപ്പുറം വിശുദ്ധി എന്ന ഈ സുപ്രധാന വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഈ വീഡിയോകൾ എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.